നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ഞാൻ ബോണിയാണ്. അപ്പം അതുപോലെ ഒരു വിശിഷ്ട അതിഥിയുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. നമുക്ക് ചുറ്റും അല്ലേ ഒട്ടേറെ കലാവാസനയുള്ള പ്രതിഭകളുണ്ട്, കലാകാരന്മാരുണ്ട്. നമുക്ക് അവരെ വളരെ കുറച്ച് പേരെയൊക്കെ നമുക്ക് പരിചയമുള്ളൂ, ഒട്ടേറെ പേർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത്തരത്തിൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ശ്രീ ആശ്രാമം ഹരീന്ദ്രലാൽ ആറാണ്. അദ്ദേഹം ഒരു റിട്ടയർഡ് അധ്യാപകനാണ്, ഒരു ഭക്തിഗാനമൊക്കെ പാടുന്ന, ഭജനയൊക്കെ പാടുന്ന ഒരു വ്യക്തിയാണ്, ഗായകനാണ്. ഇടയ്ക്ക് കുറച്ച് മിമിക്രിയൊക്കെ ഉണ്ട്, അതിൻ്റെ ഒരു അസുഖിതയൊക്കെ ഉണ്ട്, അസുഖമൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് മിമിക്രിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാമെന്ന്. നമ്മുടെ ചുറ്റും ഒക്കെ ഉള്ള വ്യക്തികളാണ് ഇവരെല്ലാം. നമ്മൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഈ ശ്രമം, ചെറിയ ഇൻ്റർവ്യൂകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നത്. അദ്ദേഹം ആശ്രാമത്താണ് അല്ലേ? അതെ അതെ. അപ്പോൾ കഴിഞ്ഞ 10-35 വർഷമായിട്ട് സംഗീതവും ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ നമുക്ക് കൂടുതൽ അടുത്തറിയാം. അപ്പോൾ നമസ്കാരം സാർ, സ്വാഗതം ഇൻ്റർവ്യൂവിലോട്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ സംഗീതത്തിലോട്ടൊക്കെ കിടക്കുന്നത്? ഞാൻ അത് പറയുന്നത് ആശ്രാമത്ത് തന്നെ ആയിരുന്നോ ജനന സ്ഥലവും? ആശ്രാമത്ത് തന്നെയായിരുന്നു താമസവും. ഈ അടുത്ത സമീപകാലത്തായിട്ട് വയനാട്ടോട്ട് മാറിയിട്ടുണ്ട്. പഠനമൊക്കെ അവിടെ തന്നെ? പഠനമല്ല, ആശ്രാമത്ത് സ്കൂളുകളിലായിരുന്നു. ലെസൺ കോളേജ് 5 വർഷം ഉണ്ടായിരുന്നു പഠനം. ഗവൺമെന്റ് ചന്ദനത്തോപ്പിൽ പഠിച്ചു. അതുപോലെ കുട്ടി ശ്രീനാരായണ കൊല്ലം എസ് എൻ കോളേജിലും ഉണ്ടെന്ന് പറഞ്ഞ 7 വർഷമായിരുന്നു. എസ് എൻ കോളേജിൽ ഉണ്ടായിരുന്നത് ഏതാണ്ട് 85. പ്രീ ഡിഗ്രി അത് കഴിഞ്ഞ് IT ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ SN പോളിടെക്നിക്കിന്ന് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പോളിടെക്നിക് അല്ലെ IT അധ്യാപകനായിട്ട് വിരമിച്ചു. എനിക്ക് ഏതാനും മാസങ്ങളായുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ മെയ്യിൽ ഏപ്രിൽ അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു ഫുൾ ടൈം സംഗീതവും കലാപ്രവർത്തനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഗാനമാവാം അല്ലേ ആദ്യം? ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗുരുക്കന്മാരെ കുറിച്ച് നമുക്കൊന്ന് ചോദിക്കാം. ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. അപ്പം ഭക്തിഗാനങ്ങളാണല്ലോ, ഭജനയൊക്കെ പാടുന്ന. അപ്പൊ ആദ്യം ഒരു ഭക്തിഗാനം നമുക്ക് തുടങ്ങിയല്ലോ. ആയിക്കോട്ടെ. നവകാഭിഷേകം കഴിഞ്ഞു, ശംഖാഭിഷേകം കഴിഞ്ഞു, നളിന വിലോചനൻ ഗുരുവായൂരപ്പന്റെ കമനീയ വിഗ്രഹം തെളിഞ്ഞു, നവകാഭിഷേകം കഴിഞ്ഞു. ഓക്കെ. അപ്പൊ നമുക്ക് ഈ സംഗീതമായിട്ട് കുട്ടിക്കാലത്തെ ബന്ധം ഉണ്ടായിരുന്നോ? അതോ കുട്ടിക്കാലത്തെ സംഗീതം പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാല് പഠിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല, അത് പഠിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് സംഗീതമൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചൊരു പണമൊക്കെ ഉള്ളവരാണ് ക്ലാസിക്കൽ സംഗീതമൊക്കെ. സ്കൂളിൽ പോകുന്ന വഴിക്ക് ഉച്ച സമയത്തൊക്കെ ഈ രഞ്ജിനി ചലച്ചിത്രാന് പോകുന്ന വഴിയിലുള്ള റേഡിയോയിലെ പാട്ടുകളെല്ലാം വളരെ ഗൃഹാതുരത്വം തുളുമ്പുന്ന ഓർമ്മകളാണ് അതെല്ലാം. കാരണം പുസ്തകം എടുത്ത് പോകുന്ന സമയത്ത് നമ്മൾ അന്ന് കേൾക്കുന്നത് ആകാശവാണി നമ്മുടെ വാർത്തകൾ വായിക്കുന്ന രാമചന്ദ്രൻ. അത് കഴിഞ്ഞാൽ ഉടൻ ആ ചലച്ചിത്ര ഗാനമുണ്ട്. അപ്പൊ അത് കാതോർത്ത് ചില ഗാനങ്ങൾ ഇങ്ങനെ കാതോർത്ത് നിന്നു. അവിടെ ചെല്ലുമ്പോൾ സ്കൂളിൽ 12:50 തീർച്ചയായും ദേശീയ വാർത്തകൾ, അതൊരു നൊസ്റ്റാൾജി ആയിരുന്നു. കാരണം അത് ഇങ്ങനെ ഓരോ ജംഗ്ഷനിൽ എവിടെയെങ്കിലും ഒരു പെട്ടി പാടുന്നുണ്ടാവും, അത് കഴിഞ്ഞ് ഓടുമായിരിക്കും അടുത്ത പെട്ടി. തീർച്ചയായും അതൊരു വെള്ളിയാഴ്ച ദിവസം നമുക്ക് ലഞ്ച് ബ്രേക്ക് തോന്ന സമയം കിട്ടും. അപ്പൊ പോകുന്ന വഴി കുറച്ചു നേരം ഞാൻ കൊല്ലം ക്രേവൻ LMS സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ 7 വരെ 10ാം ക്ലാസ് വരെ പഠിച്ചു. അപ്പൊ അവിടെ നിന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് ഈ ലഞ്ച് ബ്രേക്ക് സമയത്ത് റെക്കോർഡ് ഇടും. അപ്പൊ അതെല്ലാം പഴയ ഗൃഹാതുരത്വം തുളുമ്പുന്ന ഓർമ്മകളാണ്, നൊസ്റ്റാൾജിയാണ്. അന്ന് നമുക്ക് ക്ലാസിക്കലായിട്ട് പഠിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ്. അന്ന് ക്ലാസിക്കൽ എനിക്ക് തോന്നുന്നു സിനിമാ ഗാനങ്ങളൊക്കെ തന്നെ ഒരു ക്ലാസിക്കൽ ടച്ച് ആയിരുന്നു. കൃഷ്ണമൂർത്തി സ്വാമികളുടെ പാട്ടുകൾ പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. ഞാൻ കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബില് ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഞാൻ ചെന്നപ്പോൾ ദേവരാജ് മാസ്റ്റർ ഉണ്ട്. ദേവരാജ് മാസ്റ്റർ സ്റ്റേജിൽ നിന്ന് അന്ന് ഞാൻ വളരെ ചെറുതാണ്. വളരെ എനിക്ക് കണ്ടപ്പോഴത്തേ എന്താ വിശ്വസിക്കാൻ കഴിയാത്ത തരത്തില് ഒരു സ്റ്റേജിന്റെ ഭാഗത്തിരിക്കുകയാണ് കസേരയിൽ. ഞാൻ ഉടനെ കാലി തൊടുന്ന കാര്യം ഞാൻ എന്താണെന്നൊക്കെ ചോദിച്ച് അങ്ങനെ സംസാരിച്ച് അന്ന് അദ്ദേഹത്തിന്റെ ആ പ്രസംഗമൊക്കെ അന്ന് ഞാൻ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മാലിനി നദിയിൽ കണ്ണാടി നോക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം സംഗീതം കൊടുത്ത ഗാനം അദ്ദേഹത്തിന്റെ അനുഭവത്തിലൂടെ സ്റ്റേജിലൂടെ പറയുകയുണ്ടായി. ഞാൻ അതൊന്ന് കേൾക്കായിരുന്നു. അദ്ദേഹം അന്നേരം പറഞ്ഞത്, അദ്ദേഹം
മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനെ പുള്ളിമാനെ എന്ന് പറഞ്ഞ് അദ്ദേഹം നിർത്തിയിട്ട് അടുത്ത ആരോടും ഇത് സംഗീതം കൊടുക്കാൻ അദ്ദേഹം ഒരാഴ്ച എടുത്തെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആ സ്റ്റേജ് ഷോയിൽ നേരിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് പരാമർശിക്കുന്നത് ഞാൻ കേട്ടു. അതെനിക്ക് വലിയൊരു പിൽക്കാലം ഞാൻ ഓർത്തു പോവാണ്. സാറിന്റെ ഈ അഭിമുഖത്തിൽ ഞാനതൊന്ന് ഓർത്തു പോയതാണ്. കളപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിൽ നടന്ന സംഭവം. അപ്പൊ നമുക്കിനി എനിക്കൊന്ന് ഗുരുക്കന്മാരെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. കുറച്ച് നാളെ പഠിച്ചുള്ളൂ. ഗുരുക്കന്മാരൊക്കെ നമ്മള് ശ്രീരംഗം ഗോപകുമാർ എന്ന് പറഞ്ഞൊരു സാറിന്റെ അടുത്താണ് ഞാൻ ഈ സംഗീതമായിട്ട് ബന്ധപ്പെട്ട് ആദ്യ അക്ഷരം കുറിക്കുന്നത്. അദ്ദേഹത്തിൽ നിന്നാണ്. കുറെ നാൾ അദ്ദേഹത്തിന്റെ അടുത്ത് പോയതിനു ശേഷം പിന്നീട് സാമ്പത്തികത്തിന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് തുടരാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാനിങ്ങനെ തുടരാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാനിങ്ങനെ ഓരോ സ്റ്റേജിൽ അവസരം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ പാടുമായിരുന്നു. സ്കൂൾ തലത്തിലും ഒക്കെ ഞങ്ങൾ ചുമ്മാ മത്സരിക്കാനും ഒക്കെ കയറുമായിരുന്നു. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷമാണ് പിന്നീടാണ് നമ്മുടെ ഉമയനെല്ലൂർ ഗോവിന്ദരായ സാറിന്റെ അടുത്ത് ഫൈനാൻസ് സൊസൈറ്റിയുടെ അവിടെ ആഭിമുഖ്യത്തിൽ അവിടെ സംഗീതം പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് സാറിന്റെ ശിഷ്യത്വം സ്വീകരി കുറച്ച് നാള് സാറിന്റെ ശിഷ്യത്വം പഠിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ പിന്നെ സാർ അതിനുശേഷമൊക്കെ സാറ് മരണപ്പെട്ടു. കോവിഡൊക്കെ ആയിട്ട് വന്ന് സാറ് മരണപ്പെട്ടു. അങ്ങനെ ആണ് ഒരു സംഗീതമായിട്ട് ബന്ധപ്പെട്ടു. പക്ഷേ ഈ സമയങ്ങളിലെല്ലാം കിട്ടുന്ന അവസരങ്ങൾ സ്റ്റേജിലും പ്രോഗ്രാം അവസരം പാടാൻ അവസരം കിട്ടിയാൽ കയറി പാടുമായിരുന്നു. അതായിരുന്നത്. പിന്നെ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും ഒക്കെ ഈ മിമിക്രി ചെയ്യുന്നതെന്ന് പറഞ്ഞാല് പിന്നെ എന്റെ സഹോദരനുണ്ട് ആർ ശെൽവകുമാർ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയായിരുന്നു ശെൽവകുമാറിന് അനിയനെ മിമിക്രി രംഗത്തേക്ക് കൊണ്ടുവരികയും പ്രോത്സാഹിപ്പിക്കുകയും. അങ്ങനെ അത് വലിയ അനുഭവമാണ്. അപ്പം ശെൽവകുമാർ ഈ ഏത് കാലഘട്ടത്തിലാണ് ഈ മിമിക്രിയായിട്ട് നിൽക്കുന്നത്? ഞങ്ങൾ ഏതാണ്ട് ഒരു 78, 79, 82 കാലം മിമിക്രിയുടെ ഒരു തുടക്കകാലമാണെന്ന് തോന്നുന്നു. കലാഭവനൊക്കെ എനിക്ക് സജീവമാവുന്നതിന് മുമ്പുള്ള ആ സമയമാണ്. അന്ന് ആ കാലത്ത് എന്തൊക്കെ മിമിക്രിയാണ് ചെയ്തുകൊണ്ടിരുന്നത്? മിമിക്രി സാധാരണ അന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെറിയ സൗണ്ട്. അന്ന് ഈ ഹാസ്യ സാഹിത്യ ശബ്ദാനുകരണം എന്ന് പറഞ്ഞിട്ട് അന്ന് ഈ നടന്മാരുടെ സൗണ്ടുകളല്ല, പ്രകൃതിയിലെ ഓരോ അങ്ങനെയൊക്കെ ഉള്ള നെടുമുടി വേണുവൊക്കെ എനിക്ക് ഫാസിലുമൊക്കെ ഈ മിമിക്രിയുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ നമ്മളൊക്കെ അന്ന് ചെയ്ത കൂടുതലും ശബ്ദാനുകരണങ്ങളൊക്കെ തന്നെയായിരുന്നു. കൂടുതലും ശബ്ദാനുകരണങ്ങൾ അന്ന് മിമിക്രി എന്ന് പറയുമ്പോൾ ശബ്ദാനുകരണങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു അങ്ങനെ ഈ 3 വർഷവും എന്റെ സഹോദരൻ ആർ ശെൽവകുമാർ ജില്ലാതലത്തിൽ വന്നത്. അന്ന് സമ്മാനം കിട്ടിയ എന്തെങ്കിലും ശബ്ദം ഓർമ്മയുണ്ടോ? അന്നൊക്കെ എനിക്ക് ട്രെയിൻ അനുകരിക്കുന്നൊക്കെ ട്രെയിൻ അനുകരിക്കുന്ന സൗണ്ടൊക്കെയാണ്. പിന്നെ കാറ്റ്, പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഓർമ്മയിൽ വരുന്നത് ഇപ്പം നമ്മുടെ ഈ ശാസ്താംപാട്ട്, ഈ സംഗീതമായിട്ട് ബന്ധപ്പെട്ട ശാസ്താംപാട്ട്, ഈ ആ ഉടുക്കിന്റെ സൗണ്ട്, അതൊക്കെ നമ്മൾ ഒരുപാട് കുറെ സ്റ്റേജുകളിലൊക്കെ ഉടുക്കിന്റെ സൗണ്ട് അതിന്റെ മനസ്സിലേക്ക് ഒന്ന് കടന്നു വരികയാണ്. അതൊന്ന് ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് ഉടുക്കുന്നത്. ഇതൊക്കെയാണ് ശബ്ദങ്ങളാണ് അന്ന് കൂടുതലും. അന്ന് യൂണിവേഴ്സിറ്റി തലത്തിൽ പോയ ഫസ്റ്റ് കിട്ടുന്നത് ശബ്ദ അനുകരണത്തിലാണ്. അന്ന് എനിക്ക് തോന്നുന്നത് ഇത് അത്രയ്ക്ക് പോപ്പുലർ ആയിരുന്നോ മിമിക്രി? മിമിക്രി നല്ല ആൾക്കാരൊക്കെ സ്റ്റേജിലോട്ട് ഇടിച്ചു കയറും പറഞ്ഞാല് സാർ. അന്ന് കൂടുതൽ മിമിക്രി കൊടുത്തിട്ട് ഈ ശബ്ദാനുകരണം ചിലപ്പോൾ ഇപ്പൊ തന്നെ നാദസ്വര കച്ചേരി, അതുപോലെ തന്നെ നമ്മൾ ഈ ചെണ്ട അങ്ങനെയൊക്കെയുള്ള സൗണ്ടുകൾ അനുകരിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള പ്രമുഖ വ്യക്തികളുടെ ഒന്നും അങ്ങനെ അനുകരണം അന്നും തുടങ്ങിയിട്ടില്ല. അന്നൊന്നും അങ്ങനെ കൂടുതലായിട്ട് എന്റെയൊക്കെ അതെ. ഓക്കെ, അപ്പോൾ നമ്മള് ഈ ഭക്തിഗാനത്തെ കുറിച്ചൊക്കെ അല്ലെ, അതിനെ കുറിച്ച് ഒന്ന് പറയണമല്ലോ. ഈ അതെന്താണ് തുടങ്ങിയത്? ഭക്തിഗാനങ്ങൾ തുടങ്ങാനായിട്ട് പ്രേരണയായത് പണ്ട് നമ്മൾ ഈ ശബരിമല സീസൺ വരുന്ന സമയങ്ങളിൽ ഞങ്ങൾ ഈ വീട്ടിലെ ആശ്രാമത്ത് കുടുംബ വീട്ടിൽ ഞങ്ങൾ തന്നെ വിളക്ക് എത്തിച്ച് നാമം ചെല്ലുമ്പോൾ നമ്മൾ തന്നെ ഈ ഭക്തിപൂരണമായ ഈ ഭക്തി ഗാനങ്ങൾ ചെല്ലി ഞങ്ങളിലൊരു പ്രചോദനം വന്നപ്പോൾ തൊട്ടടുത്ത് നമ്മൾ കണ്ടറിയുന്നവരൊക്കെ ഈ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് ഞങ്ങളെ വിളിക്കും. അപ്പൊ അത് ഞങ്ങൾക്ക് ഒരു വലിയ പ്രേരണയാണ്. അവിടെ ചെന്നിട്ട് ഞങ്ങൾ അയ്യപ്പന്റെ ഭക്തി ഗാനങ്ങൾ പാടുമ്പോൾ 1-2 പേരുടെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ ഇതിൽ മറ്റുള്ളവരെ കേട്ട് വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഇത് ഞങ്ങൾ അതിനകത്ത് കുറച്ച് അന്ന് ഇതിന്റെ ഒരു ശ്രദ്ധ തുടങ്ങി. അയ്യപ്പന്റെ പാട്ടുകളാണ്. നമുക്ക് ഇനി അടുത്തൊരു പാട്ടും കൂടെ ആയാലോ? ഓക്കെ സാറേ. ഓക്കെ, ഏതാണ്? ശ്രീകുമാരൻ തമ്പിയിൽ നിന്ന് സമ്മാനം കിട്ടിയ ഒരു പാട്ടുണ്ടല്ലോ അല്ലേ? ആ ശ്രീകുമാരൻ തമ്പി സാർ, അതായത് 2016 അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. അതെന്തായാലും സംഭവം പറഞ്ഞിട്ട് നമുക്ക് പാട്ടിലോട്ട്. ഓക്കെ, ഇപ്ലോ എന്ന് പറയുന്ന ഒരു സംഘടന, ഇപ്ലോ അപ്പൊ സംസ്ഥാന അടിസ്ഥാനത്തിൽ കൊല്ലത്ത് വെച്ച് നമ്മുടെ സോപാനം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി. അത് ശ്രീകുമാരൻ തമ്പി സാറിന്റെ ആ വരികളായിരിക്കണം. അത് ഒരു മത്സരം നടക്കുകയുണ്ട്. അപ്പൊ അന്ന് മത്സരിക്കാൻ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കതിന് ഒരു 2ാം സ്ഥാനം കിട്ടി. പക്ഷെ അതൊരു വലിയ അംഗീകാരമായിട്ടാണ് കാരണം എനിക്ക് 2ാം സ്ഥാനം കിട്ടിയെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം തമ്പിസാറിന്റെ കൈകൊണ്ടാണ് എനിക്ക് അതിന്റെ ആ ഒരു മൊമെന്റോയും ആ സർട്ടിഫിക്കറ്റും ഒക്കെ കിട്ടും. നല്ലൊരു 8 പോർട്ട് ആശ്രാമത്ത് 8 പോർട്ട് അവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. അതൊരു നല്ലൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അന്ന് ഞാൻ പാടിയ ഗാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രഹ്മാനന്ദ സാർ പാടിയ ഗാനം.
അതിനാണ് ഈ സെക്കൻഡ് പ്രൈസ് കിട്ടിയത്. താരക രൂപിണി എന്ന് പറയുന്നത് നല്ല പാട്ടാണ്. താരകരൂപിണി നീ എന്നുമെന്നുടെ പാവന രോമാഞ്ചമായിരിക്കും ഏകാന്ത ചിന്തതൻ ചില്ലയിൽ പൂവിടും ഏഴിലം പാലപ്പൂ ആയിരിക്കും താരകരൂപിണി. ഓക്കെ, കറങ്ങി. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഒരു റിട്ടയർഡ് ലൈഫിലോട്ട് കടന്നു. അപ്പോൾ എനിക്കൊന്ന് അതിന് ഇടയ്ക്ക് ഇപ്പൊ മൈനാട് ദേവരാജൻ സംഗീത സഭയുടെ സെക്രട്ടറി സ്ഥാനമൊക്കെ വഹിക്കുന്നു. റിട്ടയർഡ് ലൈഫിൽ തന്നെ ഞാൻ വൈഫ് എന്റെ ഭാര്യ വീട് മയ്യനാടാണ്. അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരുപാട് കുറെ ആപ്തകാംക്ഷകളൊക്കെ പരിചയപ്പെടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ നമ്മുടെ ആശ്രാമത്ത് തന്നെ പല ഓണാഘോഷ നഗറുകളിലെല്ലാം ഞാൻ ക്വിസ് മത്സരം നടത്തിയിട്ടുണ്ട്. അതായത് ഈ സംഗീതവുമായി ബന്ധപ്പെടുത്തിയുള്ള ക്വിസ് മത്സരം നടത്തി. ഞാൻ ആ ചോദ്യത്തിലോട്ട് വരികയായിരുന്നു, അതുകൊണ്ട് പറഞ്ഞു. അതെ, ക്വിസ് മത്സരം സംഘടിപ്പിച്ചിരുന്നു. അപ്പൊ അങ്ങനെ ക്വിസ് മത്സരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അല്ലേ, എനിക്ക് തോന്നുന്നു ശബ്ദങ്ങൾ അല്ലേ? അതെ സാറേ, ശബ്ദങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ചോദ്യം അതെങ്ങനെയായിരിക്കും എന്റെ ചോദ്യം? ഈ അമ്മിങ് വെച്ചുള്ള അതെ അതെ, അന്ന് ട്രാക്ക് ഇടാനുള്ള സൗകര്യങ്ങളില്ല, ചെറിയ രീതിയിലുള്ള പരിപാടികളൊക്കെ ആയിരിക്കും നടക്കുന്നത്. അപ്പൊ ചില ഗാനങ്ങളുടെ ഹമ്മിങ് ഞാൻ തന്നെ ഹമ്മിങ് ഇട്ട് കൊടുക്കും. പക്ഷെ അത് വളരെ സൂക്ഷിച്ചു വേണം. ഹമ്മിങ് ശരിയായില്ല ഉത്തരം പറഞ്ഞില്ല, ഉത്തരവാദി നമ്മൾ തന്നെ. ഒരു ചോദ്യം ചോദിച്ചേ, ഹമ്മിങ് ഇട്ടിട്ട് എന്റെ ഓർമ്മയിലേക്ക് വരുന്നത്, അതായത് ക്വിസ് മത്സരത്തിന് വന്നിരിക്കുന്ന വിദ്യാർത്ഥികളോട് നമ്മുടെ മത്സരാർത്ഥികളോട് ഈ ഒരു ഹമ്മിങ് ഹമ്മിങ് ഇട്ട് കൊടുത്തിട്ട് അത് ഗാനം ഏതാണെന്ന് ചോദിക്കും. അത് എന്റെ മനസ്സിലേക്ക് വരുന്നൊരു ഗാനം എന്ന് പറഞ്ഞാൽ ദേവരാജൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ സത്യവാൻ സാവിത്രി എന്ന് പറയുന്ന ചിത്രത്തിലെ അതിന്റെ ഒരു ഹമ്മിങ് എന്ന് പറഞ്ഞാൽ ഓ ഓ ഞാൻ ഏകദേശം നിർത്തിക്കൊടുക്കും. ഇത് കേട്ടിട്ട് ഏത് ഗാനമാണ് മത്സരാർത്ഥികൾ ഉത്തരം നൽകും, ഏത് ഗാനമാണ്, ഏത് ചിത്രമാണ്, ഇതാണുള്ളത് ഒരു എക്സാമ്പിൾ ആയിട്ട്. അപ്പോൾ ഈ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന ഒരു കാലമാണല്ലോ. അതെ, തീർച്ചയായിട്ടും. എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ? മൈനാട് ദേവരാജ സംഗീത സഭ എന്ന് പറഞ്ഞുള്ള രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനം എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ സെക്രട്ടറി ആയിട്ട് ഇപ്പം നിലവിൽ ഉദ്ദേശിക്കുന്ന ദേവരാജ മാസ്റ്റർ മറ്റ് സംഗീത സംവിധായകരുടെ ഗാനങ്ങളെല്ലാം നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ദേവരാജ മാസ്റ്ററുടെ ഗാനങ്ങൾക്ക് വളരെയേറെ ഹമ്മിങ്ങോട് കൂടി തന്നെ മിക്ക ഗാനങ്ങളും എല്ലാവർക്കും വളരെ ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത് മയ്യനാടും പ്രദേശത്തും ഒക്കെ ഒരുപാട് പേര് ഈ അശരണനായിട്ട് പ്രായം ചെന്നവർ വീട്ടിൽ തന്നെ കഴിയുന്നുണ്ട്. പാടാൻ കഴിവുള്ളവരുണ്ട്, എന്നാൽ കേൾക്കാൻ ആസ്വദിക്കാൻ കഴിവുള്ളവരുണ്ട്. അപ്പോൾ ഈ അകത്തളത്തിലുള്ള അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അല്പസമയം വന്ന് പാട്ട് കേൾക്കുന്നതിനും അവരുടെ കയ്യിലുള്ള സർഗ്ഗവാസന പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി ഞങ്ങളൊരു സമിതി രൂപീകരിച്ച് മയ്യനാട് ദേവരാജ സംഗീത സഭയിൽ വന്ന് മാസം തോറും ഒരു പെൻഷൻ ഭവനുണ്ട്. ആ പെൻഷൻ ഭവൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് പാടാം, അത് ആസ്വദിക്കാം. മെയിനായിട്ട് ആസ്വദിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് അതെ, നമുക്ക് ജഗദീശ്വരൻ നമുക്ക് പാടുന്നതിനകത്ത് ആസ്വദിക്കാൻ ഒരു കഴിവ് നമ്മൾ തന്നിട്ടുണ്ട്. ആ തന്നിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നമുക്ക് പാടാനും കഴിയുന്നത്. അപ്പം ഇങ്ങനെ അശരണരായിട്ട് വീട്ടിൽ തന്നെ കഴിയുന്ന പ്രത്യേകിച്ച് സ്ത്രീകളായിരുന്നാലും പ്രായം ചെന്നവരും 50 വയസ്സിന് മുകളിലുള്ളവരും മാത്രമല്ല സാർ, ഇന്ന് കലുഷിതമായ അന്തരീക്ഷത്തിൽ ഈ കുടുംബ അന്തരീക്ഷങ്ങളിൽ മാനസിക സമ്മർദ്ദങ്ങളിലും അതുപോലെ ജോലി സംബന്ധമായിട്ടൊക്കെ ഒത്തിരി പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് വന്നിരുന്ന് നമുക്കൊരു കുളിർമ, മനസ്സിന്റെ സാന്ത്വനത്തിന്റെ തൂവൽ സ്പർശവുമായി ഈ സംഗീതം ദേവരാജ സംഗീത സഭയിൽ കൊടുക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ സത്യത്തിൽ കൃതാർത്ഥരാണ്. ആ ഒരു ലക്ഷ്യബോധം മുന്നിൽ കണ്ടുകൊണ്ടാണ് മയ്യനാട് ദേവരാജ സംഗീത സഭ എന്ന് പറയുന്നതിന് രൂപീകരിച്ചതും അതിന്റെ ആ ഒരു പ്രവൃത്തിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഇന്നലെ അതിന്റെ ഞങ്ങളുടെ 1ാം വാർഷികം തികയുന്നതിനോടനുബന്ധിച്ച് ഇന്നലെ ഒരു ഗാനാലാപന മത്സരം ഇന്നലെ സംഘടിപ്പിച്ചു. തീർച്ചയായിട്ടും വളരെ അഭൂതപൂർവമായ ഇന്നലെ അല്ല, സാറ്റർഡേ ആണ്, കഴിഞ്ഞ ദിവസം വളരെ അഭൂതപൂർവമായ ഒരു പാർട്ടിസിപ്പേഷനാണ് അതിനകത്തുണ്ടായത്. സ്ത്രീകൾക്ക് പ്രത്യേകം, അതുപോലെ പുരുഷന്മാർക്ക് പ്രത്യേകം രാവിലെ ഉച്ചയ്ക്ക് ശേഷം നടന്ന് മത്സരങ്ങൾ. ഒരുപാട് 50 വയസ്സിന് മുകളിലുള്ള ഒരുപാട് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രായം ചെയ്തൊരു നടക്കാൻ പറ്റാത്തവരൊക്കെ വന്ന് അതിൽ പങ്കെടുത്തു. അതിൽ വളരെ കൃതാർത്ഥനാണ്. പ്രത്യേകിച്ച് ഈ ഒരു സന്ദർഭത്തിൽ ബോണിസാറുമായിട്ട് ഞാൻ ഒരു അഭിമുഖത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അതുകൂടെ പങ്കുവെക്കാൻ കഴിയുന്നത് ഒരു വലിയ സന്തോഷം, ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. തീർച്ചയായും ഭക്തിഗാനമായല്ലോ. ഭക്തിഗാനം ഓക്കെ. ശബരിഗിരീശ്വര സൗഭാഗ്യദായക ശരണം തവ ചരണം
തവ പദ നളിനി തീർത്ഥത്തിലൊഴുകും തളരട്ടെ മമ ഹൃദയം. ശബരിഗിരീശ്വര സൗഭാഗ്യദായക ശരണം തവ ചരണം. ഓക്കെ, അപ്പോൾ എനിക്കൊന്ന് ഭക്തിഗാനമേള, ഭജന. അതെ അതെ. അപ്പോൾ ഏത് ഏറ്റവും കൂടുതൽ കരോക്കെ ഗാനമേളയുണ്ട്? കരോക്കെ ഗാനമേളയുണ്ട്. ഞങ്ങൾ ആരാണ് സഹായിക്കുന്നത്? കരോക്കെ ഗാനമേള ഞങ്ങൾ സഹായിക്കുന്നത് ഞങ്ങളിപ്പോൾ മയ്യനാട് പ്രേംകുമാർ, അതുപോലെ തന്നെ മയ്യനാട് ശ്രീകുമാർ, ഇവരുടെ ഗ്രൂപ്പിൽ ഞാൻ പോകാറുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്ത സമയത്തായിട്ട് ഞാനൊരു സരസ്വതി ക്ഷേത്രത്തിൽ, വാളത്തങ്ങറുള്ള ഒരു സരസ്വതി ക്ഷേത്രത്തിൽ ഈ സംഗീതം വെച്ച് ഞാൻ ചെറിയൊരു അരങ്ങേറ്റം കുറിച്ചു. ആ അരങ്ങേറ്റത്തിന് മൃദംഗം വായിച്ചത് മയ്യനാട് പ്രേംകുമാർ ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിനോടൊപ്പം മയ്യനാട് ശ്രീകുമാറും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഭാഗ്യവും കൂടി എനിക്ക് സരസ്വതി ക്ഷേത്രത്തിൽ കിട്ടി, വാളത്തങ്ങൽ. നമുക്കൊരു ക്ലാസിക്കൽ ടച്ചുള്ള ഒരു ഗാനമായല്ലോ. ഓക്കെ. അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ ചെമ്പരത്തി പൂവേ, അംഗചമയത്തിനണിയാനി തിരി സിന്ദൂരമുണ്ടോ സിന്ദൂരം. അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ ചെമ്പരത്തി പൂവേ. ഓ, ഭയങ്കര ലയിച്ചാണ് പാടുന്നത്. ഞാൻ മുഖം ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. തീർച്ചയായും സാർ, അത് സംഗീതം വളരെ ആസ്വദിച്ച് പാടി, ഹൃദയത്തിൽ നിന്ന് വരികയാണ്, നമ്മുടെ മനസ്സിൽ നിന്ന്. അപ്പോൾ കുടുംബത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അതിനെക്കുറിച്ച് കുടുംബം സാറേ, എനിക്ക് അച്ഛൻ, അമ്മ രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട്. കുടുംബം ഇവിടെ ആശ്രാമത്തിലാണ്. അച്ഛൻ സുഖമില്ലാതെ കിടപ്പാണ്, അമ്മയ്ക്കും നല്ല സുഖമില്ലാതിരിക്കുകയാണ്. പിന്നെ ഭാര്യ, 2 മക്കള്. മകളുടെ വിവാഹം കഴിഞ്ഞു, മകൻ ബിടെക് ഇപ്പൊ കഴിഞ്ഞു. അപ്പം രണ്ടുപേരും സംഗീതപരമായിട്ട് എനിക്ക് പറ്റുന്ന തരത്തിൽ ചെറിയ ഒരു രീതിയിൽ ഞാൻ പഠിപ്പിച്ച് അവരെ അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട്. ക്ലാസിക്കലായിട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഞാൻ അവരെ കൂടുതൽ ഫോഴ്സ് ചെയ്യാറില്ല. ഇനി അവരത് പരിപോഷിപ്പിച്ചെടുക്കുക എന്നുള്ളത് അവരെ അഭ്യസിക്കുക. സംഗീത കുടുംബമായി. അതെ, അങ്ങനെ വൈഫ് പാടും അവർ കണ്ടറിഞ്ഞില്ല. വൈഫ് നല്ലതുപോലെ ആസ്വദിക്കുക. ഞാൻ പാടുന്ന ഗാനങ്ങളില് അല്പം വേരിയേഷൻസ്, തെറ്റുകുറ്റങ്ങള് ചൂണ്ടിക്കാണിച്ചു തരും. അതൊരു എനിക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആണ് എന്റെ ഭാര്യ തരുന്നത്. അതെ, തീർച്ചയായിട്ടും. അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് അച്ഛനും അമ്മയും ഭയങ്കര പ്രോത്സാഹനമാണ്. അച്ഛൻ കിടപ്പാണെങ്കിലും ആ കിടപ്പിൽ കിടന്നുകൊണ്ട് അച്ഛൻ പാട്ട് കേൾക്കുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും അമ്മയും അതുപോലെ തന്നെയാണ്. അച്ഛൻ പഴയ ഒരു നാടക നടനും ഒക്കെ. അതുപോലെ മുത്തച്ഛൻ, അച്ഛന്റെ അച്ഛൻ ഒരു നാടകക്കാരന്, നാടക സംവിധായകൻ കൂടിയായിരുന്നു. കുന്നിൽ ഗോപാലനാശാൻ എന്ന് പറയും, മരിച്ചുപോയി. അതെ. അപ്പൊ അതിന്റെയൊക്കെ ഒരു വാസനകൾ എനിക്കും അനുജനും ഞങ്ങളുടെ നാടക അഭിനയമുണ്ട്, സംവിധാനം എല്ലാം ഉണ്ട്. ആ കുടുംബ വീട്ടിൽ വെച്ച് തന്നെ റിഹേഴ്സലും എല്ലാം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ബയോഡേറ്റ കണ്ട് പ്രാസംഗികനാണെന്ന് അല്ലെ, പ്രസംഗിക്കാനാണ് എന്തെങ്കിലുമൊക്കെ തീം വരികയാണെങ്കിൽ അത് സംഗീത സംബന്ധമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിളിക്കുമ്പോഴത്തേക്കും. പിന്നെ അതുപോലെ തന്നെ അവതാരം എന്ന് പറയുമ്പോൾ ഈ ദേവരാജ സംഗീത സഭ കൂടാതെ തന്നെ സംഗീതവുമായി ബന്ധപ്പെടുത്തി ഏതെങ്കിലും പ്രോഗ്രാംസ് വരുമ്പോൾ ഗാനമേളകൾ, ഷോസിൽ ഞാൻ അതിന് പ്രസന്റേഷൻ, അതായത് ആ ഗാനത്തിനെ കുറിച്ച് 2 വാക്ക് സംഗീതം രചന പ്രസന്റേഷൻ കൊടുത്ത് അവർക്കൊരു മോട്ടിവേഷൻ ഉള്ള രീതിയിൽ ഞാനത് ചെയ്യാറുണ്ട്. നമുക്ക് ജയചന്ദ്രൻ മാഷിന്റെ ഒരു തീർച്ചയായിട്ടും ജയേട്ടന്റെ പാട്ടുകൾ ഞാൻ മിക്കവാറും അതെ എല്ലാവർക്കും ഇഷ്ടമാണ്. മാത്രമല്ല ഭാവഗായകൻ എന്നറിയപ്പെടുമ്പോൾ അദ്ദേഹം എനിക്ക് ഒത്തിരി അസുഖത്തിലാണ്. അതെ അതെ അതെ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഗാനം, മല്ലികപ്പൂവിൻ മധുരഗന്ധം നിന്റെ മന്ദ സ്മിതം പോലും ഒരു വസന്തം, മാലാഖകളുടെ മാലാഖ നീ, മമ ഭാവനയുടെ ചാരുത നീ, മല്ലികപ്പൂവിൻ മധുരഗന്ധം നിന്റെ മന്ദ സ്മിതം പോലും ഒരു വസന്തം. ഓക്കെ, അപ്പൊ നമ്മള് കുറെ ഒരു വലിയൊരു യാത്ര നടത്തിയിരിക്കും സംഗീത ജീവിതത്തിലൂടെ. കലാകാരൻ അല്ലെ, നമ്മുടെ ഇത്തരത്തിലുള്ള ഒരു കലാകാരൻ നമ്മുടെ ഇടയിലുണ്ട്. തീർച്ചയായിട്ടും. മാത്രമല്ല എന്റെ ജീവിതത്തില് എനിക്ക് ഇപ്പൊ ആദ്യം ഈ റേഡിയോ ബെൻസുകളിലൂടെ അത് ബോണി സാറുമായി ഈ സംഗീതത്തിന്റെ ഈ നുറുങ്ങുകൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന ആദ്യത്തെ ഒരു അനുഭവമാണ്. അത് എന്റെ ജീവിതത്തിൽ തന്നെ അത് ഞാൻ കുറിച്ചിടുന്ന ഒരു കാര്യം തന്നെയാണ്. വളരെയേറെ സംതൃപ്തിയും സന്തുഷ്ടനായിട്ടാണ് ഞാനിപ്പോൾ ഈ
സാറിന്റെ മുമ്പിൽ ഈ അഭിമുഖത്തിന് ഇരിക്കുന്നത്. കാരണം ഒത്തിരി സന്തോഷം തോന്നുന്നു. കാരണം ഒരുപാട് ചിരകാല അഭിലാഷമായിരുന്നു ഞാൻ ഈ പഴയ നൊസ്റ്റാൾജിയ തുളുമ്പുന്ന ഒത്തിരി കാര്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. എല്ലാ ചെപ്പ് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല, എങ്കിലും കുറച്ചെങ്കിലും ഒന്ന് ചെപ്പ് തുറന്നപ്പോൾ സത്യത്തിൽ എന്താ പറയേണ്ടത് എനിക്ക് അറിയില്ല. പ്രേക്ഷകരോട് പോലും വളരെയേറെ സന്തോഷം തോന്നുന്നു, സന്തുഷ്ടി തോന്നുന്നു. എനിക്ക് തോന്നുന്നു എനിക്ക് എന്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിന് എനിക്ക് തോന്നുന്നു ഈ ബോണി സാറുമായിട്ടുള്ള ഈ ഒരു അഭിമുഖം ഒരു വലിയ ചാലക ശക്തിയായി തന്നെ എനിക്ക് പ്രവർത്തിക്കുമെന്ന് എനിക്കൊരു വിശ്വാസം എന്റെ മനസ്സിലുണ്ട് സാർ. തീർച്ചയായും. ഇപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇത് പറഞ്ഞപ്പോൾ നൊസ്റ്റാൾജിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അതെ അതെ ഓഡിയൻസ് ഓരോ കാലഘട്ടത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും. പക്ഷെ അവരുടെ അഭിരുചികൾ എങ്ങനെയുണ്ട്? ഇപ്പൊ ഈ ഓരോ കാലഘട്ടത്തിലൂടെ ഒത്തിരി 10-35 വർഷമായിട്ട് ഗാനങ്ങളൊക്കെ അവതരിപ്പിക്കുന്നു, പാടുന്നു. അപ്പോൾ എന്ത് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു തലമുറയും കഴിഞ്ഞ ആസ്വാദകരും കഴിഞ്ഞ കാലങ്ങളിലെ ആസ്വാദകരും അവർ തമ്മിലുള്ള ഒരു താരതമ്യം ചെയ്താൽ എന്താണ്? തീർച്ചയായിട്ടും പഴയ ആസ്വാദകരുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഉൾപ്പെടുന്ന പഴയ ആസ്വാദകർ വളരെ ഭാഗ്യമുള്ളവരാണ്. കാരണം പഴയ ദേവരാജൻ മാസ്റ്റർ സംഗീതത്തിലും വയലാർ രാഘവ മാഷ്, അതുപോലെ ദക്ഷിണാമൂർത്തി സ്വാമി, ബാബുക്ക, അങ്ങനെ ഒത്തിരി പേരുടെ സംഗീതം കേട്ട് നമുക്ക് എല്ലാവർക്കും പ്രചോദനം തന്ന് നമുക്കത് ആസ്വദിക്കാൻ നമ്മളെല്ലാം ഭാഗ്യമുള്ളവരാണ്. ഇപ്പോഴത്തെ ജനറേഷന്റെ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ ഒരു സംഗീതത്തിൽ കൂടുതൽ അടിച്ചുപൊളിയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. കൂടുതൽ ആ രംഗത്തേക്ക് അവർ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ട് ഒരുപാട് ഇത് പ്രകമ്പനം കൊള്ളിക്കുന്ന തരത്തിലുള്ള സംഗീതത്തിലോട്ടാണ് കൂടുതലും ഇന്നത്തെ ചെറുപ്പക്കാർ കൂടുതലും പോകുന്നത്. എങ്കിൽ തന്നെ നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗർ പോലുള്ള ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഈ റിയാലിറ്റി സംഗീതവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രോഗ്രാംസ് വന്നതുകൊണ്ട് ഒരു പരിധിവരെ നമുക്ക് ആ നൊസ്റ്റാൾജിയുള്ള കുറെ ഗാനങ്ങൾ തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അത് ഇന്നത്തെ കുഞ്ഞ് തലമുറയ്ക്ക് പഴയ ഇവരുടെ എല്ലാം ഗാനങ്ങൾ അവർ ഏറ്റെടുത്ത് പാടാൻ കഴിഞ്ഞപ്പോഴത്തേക്ക് പഴയ ഗാനങ്ങൾക്ക് ഇന്നും പുതുമ, പഴയ ഗാനങ്ങൾക്ക് അല്ലെങ്കിലും പുതുമ തന്നെയാണ്, എങ്കിലും ആ പുതുമ ഒന്നുകൂടെ സൗരഭ്യം പടർത്തുന്നു എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അതെ, സൗരഭ്യം പടർത്തുമ്പോഴും അല്ലെ നമ്മള് കുട്ടികളൊക്കെ അല്ലെ റിയാലിറ്റി ഷോ വഴി സ്റ്റാർ സിംഗർ പോലുള്ള റിയാലിറ്റി ഷോയില് കടക്കുകയും അവർ ഈ പഴയ പാട്ടുകൾ തിരിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം കുട്ടിക്കാലത്തെ ഭയങ്കര ഒരു സ്ട്രെസ്സിലും ഈ കോമ്പറ്റീഷൻ ഉള്ള ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, വേൾഡ് എന്നൊക്കെ പറയുന്ന അതിന്റെ ഒരു വല്ലാത്തൊരു മത്സര ബുദ്ധിയോടുകൂടിയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അതൊരു അവരത് ഗുണം ചെയ്യുവോ അതോ ദോഷം ചെയ്യുവോ? അല്ലെങ്കിൽ ആ കുട്ടിക്കാലത്ത് ഇത്രയും സ്ട്രെസ് അവർ അനുഭവിക്കേണ്ടി ഉണ്ടോ? അവർ ഇത്രയും സ്ട്രെസ് കുട്ടിക്കാലത്ത് അവർ അനുഭവിക്കുന്നു. അവരെക്കാട്ടിയും കൂടുതൽ മാതാപിതാക്കളാണ് ഇതിനു വേണ്ടി വടം വലിക്കുന്നത്. സാർ അവര് മാതാപിതാക്കളാണ് അവരെ ഒത്തിരി കൂടെ ഇൻസിസ്റ്റ് ചെയ്ത് അവരെ ആ ഒരു കലുഷിതമായ ഒരു ഇതിലോട്ട് മൈൻഡ് കൊണ്ടുവരുമ്പോഴത്തേക്ക് സത്യത്തിൽ അത് വളരെയേറെ അതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. അത് അങ്ങനെ ഒരു പോരായ്മ കൂടി ഉണ്ട്. ഓഫ്കോഴ്സ് ഞാൻ അത് പറഞ്ഞ പോയിന്റ് സംഭവിക്കുന്നു. പാട്ടുകളൊക്കെ തിരിച്ചു കൊണ്ടുവരാനും പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനും അതുകൊണ്ട് ഇതൊക്കെ അല്ലെ നിലനിർത്താനും ഈ പാട്ടുകളൊക്കെ ഇനി ജീവനോടെ നിലനിർത്താനും ഒക്കെ അത് നിലനിൽക്കുക തന്നെ ചെയ്യും സാർ. കാരണം അങ്ങനെയാണ് പോകുന്നത്. ഈ പാട്ടുകൾക്ക് ഒരിക്കലും അത് കൂടുതൽ ശക്തി പ്രാപിച്ച് കേൾവിക്കാരുടെ ആസ്വദിക്കുന്നവർക്ക് കൂടുതൽ ഉത്തേജനം തരത്തക്ക രീതിയിൽ ഇത് നിലനിൽക്കും. നമ്മള് ഈ കുരുന്നുകളുടെയൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ വിളിച്ചിരുത്തി ഈ ജഡ്ജിമാര് ഇങ്ങനെ വിലയിരുത്തുന്ന ഇന്ന പ്രശ്നമുണ്ട്, ആ പാട്ടിന് ഇങ്ങനെ പോരായ്മ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ മുഖം മാറുന്നതും അല്ലെ ഇവരുടെ മാനസിക സംഘർഷം അല്ലേ? അതെ, അത് അവരുടെ ആ കുട്ടികളുടെ ടെമ്പർ അഥവാ അവരുടെ മാനസികാവസ്ഥയ്ക്ക് ജഡ്ജസ് ഇറങ്ങിച്ചെന്ന് എന്നിട്ട് വേണം അവർക്ക് അതിനെക്കുറിച്ചൊരു വിലയിരുത്തിയ അഭിപ്രായം പറയാൻ. കാരണം അവർ ആ കുഞ്ഞു പ്രായത്തിൽ ഇത്രയും ഇപ്പൊ തന്നെ കാട്ടിലെ പാഴ്മുളം എന്ന് പറഞ്ഞൊരു ഗാനം തന്നെ ഒരു കുട്ടി പാടുകയാണ്. ആ കുഞ്ഞിന്റെ പ്രായത്തിലാണ് അത് പാടുന്നത്. ദാസേട്ടൻ തന്നെ എത്രയോ പഠിച്ച് പക്വതയായതിനു ശേഷമാണ് ആ ഗാനങ്ങൾ നമ്മൾക്കൊക്കെ അത് പാടാൻ കഴിയുന്നത്. അപ്പൊ അവർ ആ പാടുന്ന ആ ടൈമിലേക്ക് അവരുടെ ടെമ്പറിലേക്ക് വന്ന് നമ്മൾ അതിനെ വിലയിരുത്തി സംസാരിക്കുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. എനിക്കൊന്ന് പണ്ട് ഈ ഓണക്കാലത്തൊക്കെ ക്ലബ്ബുകളൊക്കെ ചെയ്ത ഒരു കാര്യമാണ് ഇന്ന് അവരന്ന് പാട്ട് മത്സരം നടത്തി അവിടുത്തെ തദ്ദേശികളായ കുട്ടികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തതാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു വലിയ ചാനലുകളൊക്കെ വളരെ കറക്റ്റാണ് സാർ. അതിന്റെ ഒരു മിനിയേച്ചർ ആയിരുന്നു. ഇത് വലിയൊരു പ്രതിരൂപമായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഇനി ചർച്ച ചെയ്ത കുറെ പാട്ടും ഗാനങ്ങളായിട്ടൊക്കെ ഇനിയും പോകാൻ സാധിക്കും. എന്നാലും നമുക്ക് സമയപരിമിതിയുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇന്റർവ്യൂ നിർത്തിയാണ്. അപ്പോൾ നമുക്ക് ഈ ആശ്രാമം ഹരീന്ദ്രലാൽ സാറിന് ഞാൻ നന്ദി പറയാണ്. ഇത്രയും നേരം നമ്മളോടൊപ്പം ചെലവിട്ടു. നന്ദി. തീർച്ചയായിട്ടും എനിക്ക് എന്റെ ജീവിതത്തിൽ തന്നെ ഈ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിലൂടെ വന്ന് ഇത്രയും ബോണിസാറുമായിട്ട് എൻ്റെ ഇത്രയും സംഗീതത്തിലുള്ള വളരെ കുറച്ച് പരിമിതമായ അറിവുകളെ എനിക്കുള്ളൂ, എങ്കിൽ തന്നെയും അതൊന്ന് ഷെയർ ചെയ്യാനും പങ്കുവെക്കാൻ കഴിഞ്ഞ ഇതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. പ്രത്യേകിച്ച് മയ്യനാട് ദേവരാജ സംഗീത സഭയുടെ ഒരു സെക്രട്ടറിയുടെ ആയിരിക്കുന്ന എനിക്ക്, കാരണം എനിക്കത് അഭിമാനം തോന്നുന്നു. കാരണം ദേവരാജ മാസ്റ്ററുടെ പേരിലുള്ള ഒരു സമിതിയിലെ ഒരു സെക്രട്ടറി ആയിട്ട് ഇന്നലെ മെനഞ്ഞാന്ന് അതിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞു. അപ്പം അങ്ങനെയുള്ള ഒരു പ്രത്യേക നിമിഷത്തിലൂടെ ഇത് രണ്ട് വാക്ക് ഇങ്ങനെ ഷെയർ ചെയ്യാനും സാറുമായിട്ട് പങ്കുവയ്ക്കാനും ഈ അഭിമുഖത്തിൽ പങ്കെടുക്കാനും പ്രേക്ഷകരോടൊപ്പം എനിക്കൊന്ന് പങ്കുവയ്ക്കാനും കഴിഞ്ഞതിൽ അങ്ങേയറ്റം ഞാൻ കൃതാർത്ഥനാണ്.
പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സന്തോഷം ഈ സമയം ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കട്ടെ. ഓക്കെ, നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.